ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം ഇടാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതിന് അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഞങ്ങൾ രണ്ടാളും എങ്ങോട്ട് പോവുകയാണെന്നായിരിക്കുമല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം നാട്ടിലേക്ക്. അല്ലാതെ ഇത്ര മുഖത്ത് തെളിച്ചം കാണുന്നില്ലല്ലോ. അധികം ലേറ്റ് ആവാതെ തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ, റെയിൽവേ സ്റ്റേഷനിൽ. പിന്നീടാണ് സമയം പോവാൻ കുറച്ച് പാടായിരുന്നു. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിരുന്നു. പിന്നെ സ്ക്രീനിലെ ട്രെയിനുകളുടെ എണ്ണമൊക്കെ ഇരുന്ന് നോക്കി സമയം അങ്ങനെ ചെറുതായി കളഞ്ഞു. പിന്നെ വിചാരിച്ചു കടലൊക്കെ കഴിച്ച് അങ്ങനെ ടൈം കളയാന്ന്. അതൊക്കെ ഒരു രസമല്ലേ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ട്രെയിൻ വരും. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുകയും ചെയ്തു കേട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു. കാരണം കുറച്ച് മഴയൊക്കെ കൊണ്ടിട്ടാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. ഞങ്ങളുടെ യാത്ര തുടങ്ങുന്ന ഒരു സന്ധ്യ നേരത്തായിരുന്നു. അത് കാരണം തന്നെ ഒരു ടീ കുടിച്ചിട്ടാവാം നമ്മുടെ യാത്രയുടെ തുടക്കം. ടീയെക്കുറിച്ച് കുറ്റമൊന്നും പറയാനില്ല കേട്ടോ. നോർമൽ ഒരു ചായ തന്നെയായിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു എന്നും പറയാം. ഞങ്ങൾ ടീയൊക്കെ ആസ്വദിച്ച് കുടിക്കണ നേരം കൊണ്ട് ട്രെയിൻ പതുക്കെ പതുക്കെ നീങ്ങാൻ തുടങ്ങി കേട്ടോ. പുറത്ത് നല്ല ഇരുട്ട് കയറി. ഇനി നമുക്കൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ കാണാം. അയ്യോ, പെട്ടെന്ന് മോർണിംഗ് ആയല്ലോ എന്ന് വിചാരിക്കണ്ട കേട്ടോ. കുറേ നേരം ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ എണ്ണീറ്റത്. ട്രെയിനിൽ സമയം പോണ്ടേ അല്ലാതെ. അപ്പോൾ പിന്നെ ഉറങ്ങിയിട്ട് തന്നെ സമയം കളയാമെന്ന് വിചാരിച്ചു. ഉറക്കെഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. എന്നാൽ പിന്നെ ഇനി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാവും ബാക്കി യാത്ര. ഞാൻ രാത്രിക്കുള്ള ഫുഡും രാവിലേക്കുള്ള ഫുഡും പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ ട്രെയിനിൽ കയറിയത്. അപ്പോൾ പിന്നെ ആ ഫുഡിനെ കുറിച്ചിട്ട് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച് ട്രെയിനിലിരിക്കാൻ പറ്റി. എന്ത് പറയാനാ, ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാനില്ല കേട്ടോ. ഞാനില്ല എന്നല്ല, നിങ്ങളാരും ഉണ്ടാവില്ല. കാരണം നമുക്ക് ഫുഡ് തന്നെയല്ലേ മെയിൻ. അങ്ങനെ നമ്മുടെ യാത്രയിൽ പല പല മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റി കേട്ടോ. മഴ പെയ്തുകൊണ്ടാണ് ഈ വെള്ളത്തിനൊക്കെ ഇങ്ങനത്തെ കളറാവാൻ കാരണം കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു കാഴ്ചയൊക്കെ. ഇത് മാത്രം കണ്ടിരുന്ന നമ്മുടെ ടൈം പോലല്ലോ. അപ്പോൾ കുറച്ച് നേരം ചെസ്സൊക്കെ കളിച്ചിരുന്നു കേട്ടോ. ഒരു രസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ടൈം പോകാൻ ഈ ചേട്ടൻ വന്നത്. ഈ ചേട്ടൻ്റെ കയ്യിലാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വെറുതെ നോക്കി. പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. വാങ്ങിക്കാത്തത് ഒന്നും കൊണ്ടല്ല കേട്ടോ. അതൊന്നും ഞാൻ ഉപയോഗിക്കില്ല. ഉപയോഗിക്കാത്ത സാധനം നമ്മൾ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. ശേഷം നമ്മുടെ ട്രെയിൻ കുറേ നേരം നിർത്തിയിട്ടു കേട്ടോ. ആ നേരം കൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡും കൂടി ഞങ്ങൾ വാങ്ങിച്ചു. ഇനി അത് കഴിച്ചിട്ടാവും ബാക്കി യാത്ര. നല്ലൊരു പപ്സും ഒരു 7up കുടിച്ചിട്ട് പിന്നെയുള്ള യാത്ര ഞങ്ങളുടെ തുടങ്ങിക്കൊണ്ടിരുന്നു. ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഒരു രസമുള്ളതുമാണ്, എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ ഒരു രസം തന്നെയാണ്. പക്ഷേ കുറേ നേരം അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വിചാരിക്കും ഏത് നേരം ഇവർക്ക് ഫുഡ് കഴിക്കലാണോ പരിപാടിയെന്ന്. എന്ത് ചെയ്യാനാ, അല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ലല്ലോ നമുക്ക്. ഫുഡെങ്കിലും കഴിച്ചിട്ട് സമയം കളയണ്ടേ. ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് കുറച്ച് പച്ചപ്പും നിറഞ്ഞ ഭൂമി മാത്രമേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ കഴിക്കുന്ന ഫുഡും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ തന്നെ അടുത്ത നമ്മുടെ ഫുഡും വന്നിരിക്കുകയാണ്. പഴംപൊരിയും ചായയും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സമയമൊക്കെ മനസ്സിലായി കാണുമല്ലോ. വൈകുന്നേരം നേരമായി. നല്ലൊരു ടീയും പഴംപൊരിയും കഴിച്ചിട്ടാവും ബാക്കി. നല്ല പഴംപൊരിയും ചായയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ട്രെയിൻ കുറച്ചധികം നേരം ഇവിടെ നിർത്തിയിടും. അതുകൊണ്ട് തന്നെ നല്ല റിലീഫായിരുന്നു കേട്ടോ. കാരണം കുറേ നേരമായിട്ട് നമ്മൾ ആ ട്രെയിനിൽ തന്നെ ഇരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാലോ. അത് കാരണം കുറച്ച് നേരം പുറത്തിറങ്ങിയിട്ട് നിൽക്കാനൊക്കെ പറ്റിയതിൽ വളരെ സമാധാനമായിരുന്നു. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി നിന്നു. അതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ്റെ ഫോൺ ട്രെയിനിൻ്റെ അടിയിൽ പെട്ടുപോയി. ആ കാഴ്ചയ്ക്ക് കണ്ട് എന്തായാലും ആ ഏട്ടന് ഫോൺ കിട്ടുകയൊക്കെ ചെയ്തിട്ടു. അങ്ങനെ നമ്മൾ ട്രെയിൻ എടുക്കാറായി. നമ്മൾ ട്രെയിനിൽ കയറി നമ്മൾ യാത്ര തുടങ്ങി. നമ്മുടെ കാസർഗോഡ് എത്തി എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലെത്തി തുടങ്ങി. അതിൻ്റെ വലിയ സന്തോഷം സമാധാനം മനസ്സിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയിരുന്നിട്ട് ബോട്ടിൽ ഫ്ലിപ്പൊക്കെ കളിച്ചിട്ട് കുറേ നേരം അങ്ങനെയൊക്കെ സമയം കളഞ്ഞു. നല്ല രസമായിരുന്നു. കുറേ പള്ളിയൊക്കെ അതിൻ്റെ ഇടയിൽ കണ്ടപ്പോൾ മനോഹരമായ കാഴ്ച. കുറേ നാളുകൾക്ക് ശേഷം ഈ കാഴ്ചയൊക്കെ കാണുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഈ യാത്രയിൽ കുറേ അറിയാത്ത പേരുണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഇറങ്ങിപ്പോയി. ഞങ്ങളങ്ങനെ അവസാനം ഞങ്ങളുടെ സ്റ്റോപ്പ് എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അതാ മുഹൂർത്തം എത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ സ്റ്റോപ്പിന് വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്കാകെ 2 മിനിറ്റുള്ളൂ. ഈ 2 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ 2 പെട്ടിയും ബേഗും തൂക്കിയിട്ട് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ചാടിയിരിക്കണം. അല്ലെങ്കിൽ ട്രെയിൻ വേഗം എടുക്കും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. കുറേ നാളുകൾക്ക് ശേഷം നാട്ടിലെത്തിയതിൻ്റെ വല്ലാത്തൊരു സന്തോഷം മുഖത്തുണ്ട് കേട്ടോ.
അത് പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങി പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ പിക്ക് ചെയ്യാൻ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ചെറിയൊരു ചാറൽ മഴയുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.